بسم الله الرحمن الرحيم إن الله أعوذ بسم الله الرحمن الرحيم يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم صدق الله مولانا الكريم ബഹുമാനികളായ കാരണവന്മാരെ സഹോദരങ്ങളെ, ഈ പുണ്യമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ ഐതിഹാസികത്തോടുകൂടെ നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അല്ലാഹു തആല സ്വാലിഹായ എന്നതായി സ്വീകരിക്കുമാറാകട്ടെ. ഈ പുണ്യമായ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെയും കുട്ടികളെല്ലാം ഉറപ്പാക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റി പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനികളെ, മുസ്ലിം സമുദായം ലോകത്ത് എക്കാലവും ഒരുപാട് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ്. കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശക്തമായ നിലപാടുകൾ, എല്ലാ കാര്യത്തിലും ശക്തമായ നിലപാടുകളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനുള്ളത്. അല്ലാഹു ഇലാഹുൻ എന്ന അർത്ഥത്തിൽ പരിമിതപ്പെടുത്താമായിരുന്ന ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാറ്റിമറിച്ചത് തന്നെ, അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചത് തന്നെ അതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് അള്ളാഹു തയ്യാറല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അള്ളാഹു ഇലാഹാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് ഒരാൾ മുഅ്മിനാവുകയില്ല. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഒരാൾ മുഅ്മിനാകുന്നത്. ഇതേപോലെ ഇസ്ലാമിൻ്റെ നിയമങ്ങളിലും ഇസ്ലാമിൻ്റെ എല്ലാ സംവിധാനങ്ങളിലും അതികഠിനമായ ശക്തമായ നിലപാടുകളാണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകരും എല്ലാ വിഷയങ്ങളിലും എടുത്തിട്ടുള്ളത്. ആ ശക്തമായ നിലപാടിൻ്റെ പേരിലാണ് അല്ലാഹു തആല ഈ സമുദായത്തെ കുന്തും ഖൈറ ഉമ്മത്തിൽ ഉഖ്രിജത്ത് ലിന്നാസ്, നിങ്ങളാണ് ഉത്തമ സമുദായം എന്ന് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് കഴിഞ്ഞുപോയ 1,24,000-ത്തിലധികം വരുന്ന പ്രവാചകന്മാരുടെ സമുദായത്തിന് അള്ളാഹു നൽകാത്ത ഗുണം, ഒരു വിശേഷണം അള്ളാഹു നൽകുന്നത് നിങ്ങളാണ് ഉത്തമ സമുദായം എന്ന് അല്ലാഹു തആല പറയുന്നത്. ചില പ്രത്യേകമായ അടയാളങ്ങൾ അത് അതുപോലെ തന്നെ നമ്മൾ ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നതോടൊപ്പം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്നാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പറ്റി പറയുന്നത്. അപ്പൊ ലോകത്തുള്ള മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരും അവരുടെ അനുയായികളൊക്കെ നന്മ കൽപ്പിച്ചവരും തിന്മ വിരോധിച്ചവരും അല്ലേ? തീർച്ചയായും ബോധ്യമുണ്ട്, ന്യായമുണ്ട്. പക്ഷേ ഇമാം ഖഫ്ഫാർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതിന് മറുപടി പറയുന്നത് ബിഅഖദിൽ വുജൂഹ്, മറ്റുള്ള സമുദായങ്ങളും മറ്റുള്ള പ്രവാചകന്മാരുടെ കാലത്തുമൊക്കെ നന്മ കൽപ്പിച്ചിരുന്നതും തിന്മ വിരോധിച്ചിരുന്നതും മയണ്ടായിരുന്നു. 1-2 വട്ടമൊക്കെ പറയും. ഉദാഹരണത്തിന് മദ്യപാനം തെറ്റാണ് എന്ന് എല്ലാ അച്ഛന്മാരും അവരുടെ പള്ളികളിൽ പ്രസംഗിക്കും, അവരുടെ ചർച്ചുകളിൽ പ്രസംഗിക്കും. എന്നിട്ട് പിന്നെയും കള്ളു കുടിച്ചു വന്നാലും പിന്നെ അതിനെപ്പറ്റി മുണ്ടൊന്നുമില്ല. അപ്പൊ നമ്മളെ മൗലവിമാരും അങ്ങനെ തന്നെ എത്തി, അത് വേറെ വിഷയം. ആ നിലയിലേക്ക് ഒരു സമുദായം അധപ്പതിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരീക്ഷിക്കപ്പെടുന്നതിൻ്റെ, നമ്മൾ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ, നമ്മുടെ എതിരാളികൾ ശക്തരാകുന്നതിൻ്റെയൊക്കെ കാരണം നമ്മുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയതിന്റെ ഫലമായിട്ടാണ്. നമ്മളെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് ബിഅഖദിൽ വുജൂഹ്, കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് തന്നെ തടയാ. തിന്മ കണ്ടാൽ മോന്തയ്ക്ക് അടിച്ചിട്ടാ തടയാൻ പറ്റുമെങ്കിൽ അങ്ങനെ തടയുക. അതിന് കഴിയില്ല, വാളുകൊണ്ട് വെട്ടിയിട്ട് തടയാനും കഴിയാത്തതാണെങ്കിൽ അതിലേറെ ശക്തമായ മാർഗം എന്തുണ്ടോ അത് ഉപയോഗിച്ച് തടയുക. അതിന് കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് പറഞ്ഞു നോക്കുക. അതിന് കഴിയില്ലെങ്കിൽ അവരെ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കുക, അവരെ ബഹിഷ്കരിക്കുക, അവരെ ഉപേക്ഷിക്കുക. പിന്നെ അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക, അവരുടെ കൂടെ കൂടിയിരിക്കാതിരിക്കുക, അവരുമായി സഹവസിക്കാതിരിക്കുക, അവരുമായിട്ട് എണ്ണച്ചിരി ചിരിച്ച് കൂടാതിരിക്കുക. ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ നിയമം.
തിന്മയുമായി ഒരു നിലയിൽ ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് അള്ളാഹു അവന്റെ പ്രവാചകനും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു താല ഈ സമുദായത്തിന് ഉത്തമ സമുദായം എന്ന് പറയുന്ന പദവി നൽകിയതും ഉലമാ ഉമ്മത്തി അംബിയായി ബനി ഇസ്രായേൽ, എന്റെ സമുദായത്തിലെ ഉലമാക്കൾ ബനി ഇസ്രായേൽ സമുദായത്തിലെ മൂസ നബിയുടെയും ഈസ നബിയുടെയും ഒക്കെ സമുദായത്തിലെ അമ്പിയാക്കളുടെ പാരമ്പര്യം, അമ്പിയാക്കളുടെ നിലവാരമുള്ളവരാണ് ഈ സമുദായത്തിലെ ഉലമാക്കൾ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കാനും കാരണം അതാണ്. അത് ഈ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങള് തന്റെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇന്നമായ യഅ്മുറു വയൻഹ മൻ കാന ആലിമൻ ബിമാ യഅ്മുറു വയൻഹ അൻഹു. നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്ന് പറയുന്നത് അതിനെപ്പറ്റി അറിവുള്ള ആലിമീങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അറിവില്ലാത്തവർ അതിന് നിൽക്കരുത്. അറിവുള്ളവന്റെ ബാധ്യതയാണ് നന്മ തടയുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നത് അറിവുള്ള ആളുകളുടെ ബാധ്യതയാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനമായ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇതാണ് ഈ സമുദായത്തിന്റെ ഗുണം. അതിന്റെ പേരിലാണ് ഈ സമുദായം ഉത്തമ സമുദായമായത്. പക്ഷേ ഇത് കാലാകാലം നിലനിൽക്കൂല. അള്ളാഹുവിന്റെ പ്രവാചകർ തന്നെ പറയുന്ന ഹദീസ് ഇമാം ഹുദൈഫത്ത് ഇബ്നുൽ യമാനി റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നത് കാണാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, തീർച്ചയായും നിങ്ങൾ നന്മ കൽപ്പിക്കും. വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കുകയും ചെയ്യും. അങ്ങനെ ഈ സമുദായം ഉത്തമ സമുദായമായി നിലനിൽക്കും. പക്ഷെ അതില്ലാത്തൊരവസ്ഥ വന്നാൽ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഉത്തരവാദിത്തം ഉലമാക്കൾ പൂർത്തിയാക്കാതെ വന്നാൽ, അവർ ഭരണാധികാരികൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പണക്കാർക്ക് വേണ്ടി മാറ്റത്തിരുത്തലുകൾ നടത്താൻ തുടങ്ങിയാൽ അല്ലാഹു തആല ഈ സമുദായത്തിലേക്ക് അവനിൽ നിന്ന് ശിക്ഷ ഇറക്കാൻ തുടങ്ങും. അല്ലാഹു തആല ഈ സമുദായത്തെ ശിക്ഷിക്കും. അത് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന രൂപത്തിലാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പള്ളികൾ തകർക്കപ്പെടുന്ന രൂപത്തിലാവാം. കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലമാണത്. നമ്മളിലുള്ള സമുദായത്തിന്റെ നെടുന്തൂണുകളാവേണ്ട, സമുദായത്തിന്റെ മാർഗദർശികളാവേണ്ട ഉലമാക്കൾ ചീത്തയാകുമ്പോ തീർച്ചയായും ഈ സമുദായത്തെ അല്ലാഹു തആല പലവിധ ശിക്ഷകൾ കൊണ്ട് ശിക്ഷിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സുമ്മല തദ്ഉനഹു, പിന്നെയും നിങ്ങൾ ദുആർക്കും. നിങ്ങൾ പല രൂപത്തിലെ മജ്ലിസിന്നൂറോ അല്ലെങ്കിൽ റാത്തീബോ അബ്ദാലോ എന്തൊക്കെയാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എല്ലാം ചെയ്തിട്ട് നിങ്ങൾ ദ്വാരക്കും. എന്ത് ദ്വാരുന്നാലും വലാ യുസ്തജാബു ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടപ്പെടുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, ഈ സമുദായത്തെ അല്ലാഹു തആല പരീക്ഷിക്കുന്ന രൂപമാണ് നമ്മൾ ഈ കാണുന്നത്. പല രൂപത്തിൽ അല്ലാഹു നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം ആളുകൾ ഇദാ സ്വലഹ, ആ രണ്ട് വിഭാഗം നന്നായാൽ സ്വലഹൻ നാസു കുല്ലുഹും, ജനങ്ങളാകമാനം നന്നാവും. വൈദാ ഫസദ, ആ രണ്ട് വിഭാഗം ചീത്തയായാൽ ഫസദൻ നാസു കുല്ലുഹും, ജനങ്ങളാകമാനം ചീത്തയാകും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ രണ്ട് വിഭാഗം അൽ ഉലമാഉ വൽ ഉമറാഉ, ഒന്നാമത്തത് ആലിമുകളാണ്, രണ്ടാമത്തത് ഉമറാക്കളുമാണ്. ഈ രണ്ട് വിഭാഗം എവിടെ ചീത്തയാകുന്നുവോ അതോടുകൂടെ ആ സമുദായം ചീത്തയായി. ഇനി അവരുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവൂല. അവര് ദ്വാരുന്നാൽ അല്ലാഹു സ്വീകരിക്കൂല. അവര് നിലവിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഈ വിഭാഗങ്ങളാണ് ചീത്തയായിക്കൊണ്ടിരിക്കുന്നത്, ദുഷിച്ചത്. ഇതിന്റെ പേരിലാണ് ഈ സമൂഹം നാശത്തിലേക്ക് നീങ്ങുക. മഹാനായ മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു, താബീഈങ്ങളിൽപ്പെട്ട മഹാൻ മഖ്ഹൂൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം, ലാ യഅതി അലന്നാസി മാ യുഅദൂന, അള്ളാഹുവും അവന്റെ പ്രവാചകരും ഈ സമുദായത്തോട് മുന്നറിയിപ്പ് നൽകിയ ഭീകര കാര്യങ്ങളൊന്നും സംഭവിക്കൂല. ഹത്താ യകൂന ആലിമുഹും ഫീഹിം,
അവരിലുള്ള ഉലമാക്കൾ പണ്ഡിതന്മാർ അന്തരമിൻ ജീഫത്തി ഹിമാർ, കഴുതന്റെ ശവത്തിനേക്കാളും നാറാത്ത കാലത്തോളം ഈ സമുദായത്തിൽ അള്ളാഹു പേടിപ്പിച്ചറിയിച്ചതൊന്നും വരൂല. ദജ്ജാല് വരൂല, യാജൂജ് മൗജൂജ് വരൂല, ഖിയാമത്ത് സംഭവിക്കൂല. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ചത്ത നാറുന്ന കഴുതയുടെ ശവത്തിനേക്കാളും ആലിമീങ്ങളുടെ നാറ്റം ഈ സമുദായത്തെ നശിപ്പിക്കുന്ന ഒരു കാലം വരുമ്പോഴാണ് ഈ സമുദായത്തിൽ അള്ളാഹു മുന്നറിയിപ്പ് നൽകിയ ഭീകരതകൾ സംഭവിക്കുക എന്ന് താബീകളായ മഹാന്മാര് പഠിപ്പിക്കുന്നത്. അഖ്ലാഖുൽ ഉലമാ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ആജൂരി അതിന്റെ 1-ാം വാല്യം 76-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതാണ് ഞാൻ ഈ വായിച്ചത്. ഇതാണ് ഇന്ന് ലോകത്ത് സംഭവിച്ചത്. ഇത് കഴുതയുടെ ശവത്തെക്കാളും ചീഞ്ഞു നാറുന്ന, മനുഷ്യന്മാർ അകന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഉലമാക്കളും ഉലമാ സംഘടനകളും ഒക്കെ ചീഞ്ഞു നാറാൻ തുടങ്ങുമ്പോ സ്വാഭാവികമായും നമ്മുടെ പള്ളികൾ തകർക്കപ്പെടും, നമ്മുടെ അഭിമാനം പറിച്ചു ചിന്തപ്പെടും, ഈ സമുദായത്തിന്റെ ഇസ്സത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മഹാനായ വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം, കാനൽ ഉലമാഉ ഖബ്ലന, നമ്മുടെ മുമ്പുള്ള പണ്ഡിതന്മാരുടെ സ്വഭാവം ഇസ്തഗ്നൗ ബി ഇൽമിഹിം അൻ ദുനിയാ ഗൈരിഹിം, അവരുടെ ഇൽമു കൊണ്ട്, അവരുടെ അറിവ് കൊണ്ട് അവർ പണക്കാരുടെ പണത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിരുന്നു. പണക്കാർക്ക് വേണ്ടി ഇൽമു പറയാനോ, പണക്കാർക്ക് വേണ്ടി മാറ്റി പറയാനോ, പണക്കാർക്ക് വേണ്ടി ഫത്വ കൊടുക്കാനൊന്നും ആ ആലിമീങ്ങൾ തയ്യാറായിരുന്നില്ല. ഫകാനു, അതുകൊണ്ട് തന്നെ ആ ഉലമാക്കൾ ലാ യൽതഫിത്തൂന ഇലാ ദുനിയാഹും, പണക്കാരുടെ ദുനിയാവിലേക്ക് നോക്കൂല. അവരുടെ കാറോ അവരുടെ വീടോ അവരുടെ പ്രതാപമോ കണ്ടിട്ട് അതിലൊന്നും വീഴുന്ന മയങ്ങുന്ന ആളുകളായിരുന്നില്ല നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര്. ഫകാന അഹ്ലു ദുനിയ യുബ്ദിലൂന ലഹും ദുനിയാഹും റഗ്ബതൻ ഫീ ഇൽമിഹിം, അതുകൊണ്ട് തന്നെ പണക്കാര് ആലിമീങ്ങൾക്ക് വേണ്ടി എന്തും ചെലവഴിക്കാൻ തയ്യാറായിരുന്നു. അവര് പറയുന്നതിനൊക്കെ പണം കൊടുത്തു, അവരാവശ്യപ്പെട്ടതിനൊക്കെ പണം കൊടുക്ക്, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ അക്കാലഘട്ടത്തിലെ പണക്കാര് തയ്യാറായത് അവർക്കത് വേണ്ടാത്തത് കൊണ്ടാണ്, ആലിമീങ്ങൾ അതിന്റെ പിന്നാലെ പോകാത്തത് കൊണ്ടാണ്. എന്നാൽ ദുനിയ, ഈ കാലഘട്ടത്തിലെ പണ്ട് മഹാനവകൾ പറയാ, എന്നാൽ കാലം ഇന്ന് മാറി. ഇപ്പൊ നമുക്കിടയിലുള്ള ആലിമീങ്ങൾ ആയിരിക്കുന്നത് യുബ്ദിലൂനലി അഹ്ലി ദുനിയ ഇൽമഹും, അവർ പണക്കാർക്ക് വേണ്ടി, സമ്പന്നർക്ക് വേണ്ടി, നേതാക്കൾക്ക് വേണ്ടി, സ്വാധീനമുള്ളവർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടിയൊക്കെ അവരുടെ ഇൽമ ചെലവഴിക്കുന്നവരാണ്. എന്തിനു വേണ്ടി? റഗ്ബതൻ ഫീ ദുനിയാഹും, അവരുടെ ദുനിയാവിൽ നിന്നുള്ള ഓഹരി കിട്ടാൻ വേണ്ടി, ആഖിറത്തിലെ പ്രീതിക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല, ദുനിയാവിൽ നിന്ന് നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടിയിട്ട് പണക്കാർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി അവരവരുടെ ഇൽമ ചെലവഴിക്കാൻ തുടങ്ങിയപ്പോ ദുനിയ, അപ്പൊ പണക്കാര് ഒരു മാറ്റം അവരിൽ സംഭവിച്ചത് ആലിമീങ്ങളുടെ ഇൽമ അവർക്ക് വേണ്ടാണ്ടായി. ഒരു ആലിമ് പറയുന്നതും ആളുകൾ കേൾക്കൂല. പണ്ഡിതന്മാരുടെ ഫത്വയും അവരുടെ നിലപാടുകളൊന്നും ആളുകൾക്ക് പറ്റാതായതിന്റെ കാരണം ജനങ്ങളുടെ കുറ്റം കൊണ്ടല്ല. ആലിമീങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ, ദുനിയാവിലെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ, പേരിന്റെ പെരുമന്റെ പിന്നാലെ, അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് മനുഷ്യന്മാര് മാറിപ്പോയപ്പോ ഇൽമിനൊരു വിലയില്ലാതായി. ആര് പറഞ്ഞാലും കേൾക്കാൻ ആളില്ല. നമ്മൾ തന്നെ ആലോചിച്ചറിയാലോ, 12:50 പ്രസംഗം തുടങ്ങുന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ വരാത്തത് എന്തുകൊണ്ടാ? താല്പര്യമില്ല. ഇൽമിനോടുള്ള ജനങ്ങളുടെ താല്പര്യം നശിച്ചു. അവരെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ലോകത്തിന്റെ പൊതുവായുള്ള അവസ്ഥ. ആലിമീങ്ങൾ അങ്ങനത്തെ ആളുകളായി മാറി. അതിനു വേണ്ടിയുള്ള ജീവിതമായി പണക്കാർക്ക് വേണ്ടി മാറ്റി പറയുന്ന, അവർക്ക് വേറൊരു നിയമം, പാവങ്ങൾക്ക് വേറൊരു നിയമം എന്നൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ലോകം എത്തിയപ്പോ അംറും ബിൽ മാറൂഫും നഹ്യുൻ അനിൽ മുൻകർ പറ്റാത്തൊരവസ്ഥയിലേക്ക് ലോകം ഇന്നെത്തി. ഇന്ന് നന്മ കൽപ്പിച്ചിട്ട് കാര്യമില്ല, തിന്മ വിരോധിച്ചിട്ട് കാര്യമില്ല, നടക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ പ്രഗൽഭനായ സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല യസ്അലുൽ അബ്ദ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളില് അല്ലാഹു തആല ഒരു മനുഷ്യനോട് ചോദിക്കും, ഒരു മൂല്യരോട് ചോദിക്കും അന്ത്യനാളില്, മാലക്കൈദറായിത്തൽ മുങ്കറ ഫലം തുങ്കിറുഹു, നിനക്ക് എന്താടാ പറ്റിയത്? നീ തിന്മ കണ്ടപ്പോ തടഞ്ഞില്ലല്ലോ. ഒരാൾ മദ്യപിക്കുന്ന മദ്യപാനിയോട് നീ മദ്യപിക്കരുതെന്ന് നീ പറഞ്ഞില്ല.
പലിശ വാങ്ങുന്നവരോട് വാങ്ങരുതെന്ന് നീ പറഞ്ഞില്ല, വ്യഭിചാരിയോട് വ്യഭിചരിക്കരുത് എന്ന് നീ പറഞ്ഞില്ല, അഴിഞ്ഞാട്ടം നടത്തുന്ന പെണ്ണുങ്ങളോട് അത് പറ്റില്ലെന്ന് നീ പറഞ്ഞില്ലല്ലോ എന്ന് അവനോട് അല്ലാഹു തആല ചോദിക്കും. മഹാനായ അബൂ സഈദ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ഇയാൾ പരിഭ്രമിച്ച് നിൽക്കുമ്പോ അല്ലാഹു തആല അവന്റെ മനസ്സിലേക്ക് അതിന്റെ ഉത്തരം ഇട്ടുകൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്. ആ മനുഷ്യൻ പറയും, യാ റബ്ബി ഖിഫ്തുന്നാസ, അള്ളാഹുവേ, ഞാൻ അത് തിന്മയാണെന്ന് അറിയാതിട്ടല്ല, പഠിക്കാതിട്ടല്ല, എനിക്ക് വിവരമില്ലാതിട്ടല്ല, എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. പറയാതിരുന്നത് ജനങ്ങളെ പേടിച്ചിട്ടാണ്. ഞാൻ അവരോടത് പറഞ്ഞാൽ അവരെന്നെ എന്ത് കാട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. അവർ തല്ലും, അവരടിക്കും, അവർ ദ്രോഹിക്കും, അതൊക്കെ സ്വാഭാവികമാണ്. അത് പേടിച്ചിട്ടാണ് പടച്ചോനെ ഞാൻ ചെയ്യാതിരുന്നത്. ഇതാണ് ലോകം. ഞങ്ങളുടെ നാട്ടില് ഒരു അധികാരി, ഇപ്പോഴല്ലാട്ടോ, കുറച്ച് പഴയ കഥയാ, നീണ്ട കഥയാ, പറയാൻ സമയമില്ല. ഒരു അധികാരി ഉണ്ടായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല, ഞാൻ ആളെ കണ്ടിട്ടുണ്ട്. പഴയ കഥയാണെങ്കിലും ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. അയാളുടെ കെട്ടിയോള് പാത്തുമ്മാനെ 3 തലാഖും ചൊല്ലി. അത് ഞങ്ങളുടെ നാട്ടിലെ കാലിബന്റെ വല്യപ്പാന്റെ ഏട്ടനായിരുന്നു. നമ്മുടെ എൻ്റെ അസിസ്റ്റന്റിന്റെ വല്യപ്പാന്റെ ഏട്ടൻ അഹമ്മദ് ഹസൻ മുസ്ലിയാർ, ആ പേരാണ് ഈ ഹസൻ എന്ന് എനിക്ക് പേരിട്ടിരിക്കുന്നത്. വലിയ ആലിമായിരുന്നു, മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് മഹാപണ്ഡിതനാന്ന് പറഞ്ഞത്. കേരളത്തിലെ എണ്ണപ്പെട്ട ആലിമീങ്ങളിൽ ഒരാളാണ് അക്കാലത്ത് അഹമ്മദ് ഹസൻ മുസ്ലിയാർ. 14 കൊല്ലം, ഞാൻ 2 കൊല്ലം കൊണ്ട് ഓതിയ അൽഫിയ മൂപ്പര് 14 കൊല്ലം ഓതിയതാണ്. അത്ര വിവരമുള്ള ഒരാൾ. അദ്ദേഹത്തിന്റെ 10 അൽഫിയൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. വലിയ മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് നാട്ടുകാരെ ചെന്ന് പത്തുപയോഗിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, 3 തലാഖും ചൊല്ലിയാല് അയാള് ആ പെണ്ണ് ബായിനായ തൊലാക്കായി, ഈ വേറൊരാള് വേറൊരാള് കെട്ടിയിട്ട് അയാള് സ്വമേധയാ ഒഴിവാക്കിയിട്ട് അതിന്റെ ഇദ്ദ കഴിഞ്ഞിട്ട് ഇയാൾക്ക് മടക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും ഈ സംഭവം. പറഞ്ഞപ്പോ എൻ്റെ അളാപ്പുണ്ടായിരുന്ന ഒരാള്, അയാൾ പറഞ്ഞു, അയാള് ഇബ്നു തീമിയന്റെ ആളാ, അയാൾ പറഞ്ഞു 3 തലാഖും ചൊല്ലിയാൽ 1 തലാഖേ പോവുള്ളൂ എന്നാ ഇബ്നു തീമിയന്റെ ഫത്വ പറഞ്ഞു. അപ്പൊ കമ്മിറ്റിക്കാർ അയാൾ പറഞ്ഞത് സ്വീകരിച്ചു, കാളിയര് പറഞ്ഞത് സ്വീകരിച്ചില്ല, വിവരമുള്ളവർ പറഞ്ഞത് കേൾക്കൂല. ഏതായാലും അയാൾ ചെയ്ത പണി എന്താ, അന്നേ ഖാദിസ്ഥാനെ രാജിവെച്ചിട്ട് പിന്നെ അയാൾ ആകണ കാലത്തോളം വാഴ വെച്ചിട്ട് അതിലേക്ക് ഏത്തം കൂട്ടി വെള്ളം തേകിയിട്ട് ജീവിച്ച ആളാണ്. അങ്ങനെ ഏത്തത്തും താഴെ കിണറ്റിലേക്ക് വീണു. ആ കിണറിൽ വീഴ്ചയിൽ ഒരു ഭാഗം തളർന്നു. പിന്നെ മരിക്കുന്നത് വരെ അയാൾ ആ കിടപ്പിലാ കിടന്നത്. ഞാൻ 1ലും 2ലൊക്കെ മദ്രസയിൽ പഠിക്കുമ്പോൾ അയാളുണ്ട്. ഞാൻ കണ്ട ചെറിയൊരു ഓർമ്മ എനിക്കുണ്ട്. ആ കിടപ്പിൽ ഞാൻ അയാളുടെ പേരക്കുട്ടിൻ്റെ മദ്രസയ്ക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ അവിടെ കയറിയിട്ട് അയാളെ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന് അവരോടുകൂടെ നമ്മളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇതാണ് അവസ്ഥ. പണക്കാർക്ക് വേണ്ടി 10 കൊടുക്കും, അതിന് ആളുണ്ടാവും. ഇതൊക്കെ ലോകത്ത് എപ്പോഴും നടക്കുന്നതാ, ഇപ്പോഴും നടക്കുന്നത്. എപ്പോ നോക്കി നിങ്ങൾ, ഞാൻ ആലോചിക്കാറുണ്ട്, പ്രസംഗത്തിലൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ എല്ലാവരും കേരളത്തിലെ മൗലവിമാരൊക്കെ ഏകോപിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് വഖഫ് സ്വത്ത് വിൽക്കാൻ പറ്റില്ല. APയും ഈക്കിയും മുജാഹിദും ജമാഅത്തും ഒക്കെ അതിനെതിരെ ആരും മുണ്ടണില്ല. തോന്നൂര് പള്ളി ലേലം ചെയ്ത് വിറ്റത് പിന്നെ ആരാ? സുന്നികളല്ലേ. തോന്നൂര് പറഞ്ഞത് മത്സരിയിലൊന്നുമല്ല, പാലക്കാട് ജില്ലയിൽ തന്നെയാ. പഴയ പള്ളി അതിന്റെ ഓടും മരങ്ങളും ലേലം ചെയ്തിട്ടാ വിറ്റത്. 10 കൊടുത്തതൊരു മൗലിയരാ. അല്ലാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഞമ്മക്ക് ഇതൊക്കെ ഹലാല്, മുജാഹിദുകൾ ചെയ്ത ഹറാമ് അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എവിടെ ഈ മസാല കിട്ടുന്നത്? എപ്പോഴും അത് ഹറാം. ആര് ചെയ്താലും ഇവരൊക്കെ ചെയ്യുമ്പോ അതൊക്കെ ഹലാല്, അതൊക്കെ പത്തനമാറ്റ് തങ്കം, അവര് ചെയ്താൽ അത് ഉക്കുവണ്ടം. ഇതാണ് ലോകം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ അസത്യത്തിനാണ് സ്വാധീനം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനത്തെ ഒരു കാലം വന്നാൽ, സത്യം പറയാൻ പറ്റാത്തൊരു കാലം വന്നാൽ അള്ളാഹു നമ്മളോട് പറയുന്നത് വയല് പറയണ്ട എന്നാണ്. ഖുർആനായി പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആരെയും ഉപദേശിക്കാൻ പോണ്ട. ആ ആയത്തിന്റെ അർത്ഥം അതാ. അലൈക്കും അൻഫുസക്കും, സ്വന്തം കാര്യം നോക്കി ജീവിച്ചോളി. ലാ യദുറുക്കും അല്ലല്ല, പഴച്ചവന്മാരൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. ഇതർത്ഥം നിങ്ങൾ നന്നായാ മതി, വേറുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. ഈ ആയത്ത് ഇറങ്ങിയപ്പോ, ഈ ആയത്ത് നേരത്തെ ഞാൻ ഓതിയ ആയത്തിന്റെ എതിരായത് കൊണ്ട് തന്നെ ഈ ആയത്തിനെ പറ്റി മഹാനായ അബീ സഅലബത്ത് റളിയല്ലാഹു അൻഹു തങ്ങള് റസൂലുള്ളാഹി തങ്ങളോട് പോയി ചോദിച്ചു, നബിയെ, ഈ ആയത്ത് എന്താണ് ഇങ്ങനെ ആയത്ത്? അപ്പൊ നന്മ കൽപ്പിക്കണ്ടേ, തിന്മ വിരോധിക്കണ്ടേ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതമിറു ബിൽ മഅറൂഫി വതനാഹു അനിൽ മുൻകരി, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. ഏതുവരെ? ഹത്താ ഇദാ റഅയ്ത ശുഹൻ മുതാൻ,
വഴിപ്പെടുപ്പെടുന്ന, അനുസരിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന പിശുക്കും, വഹവൻ മുത്തബാൻ പിൻപറ്റപ്പെടുന്ന തന്നിഷ്ടങ്ങളും, ദുന്യൻ മുഅത്തറത്തൻ അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന ദുനിയാവും. ആഖിറു ആർക്കും വേണ്ട, ദുനിയാവ് തെരഞ്ഞെടുക്കപ്പെടുന്നു. അഭിപ്രായമുള്ള എല്ലാ അലവലാദികളും അവനവന്റെ അഭിപ്രായം വലിയ സംഭവമായിട്ട് അത് കൊണ്ടു നടക്കുന്ന ഒരു കാലവും വന്നാൽ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അടുത്ത് ഞാനൊരു സ്ഥാപനത്തിന്റെ ജനറൽ ബോഡി വാർഷിക ജനറൽ ബോഡി യോഗത്തിന്, കമ്മിറ്റി യോഗത്തിന് കൂടിയപ്പോ അതിൽ 1-2 പറഞ്ഞ അഭിപ്രായങ്ങൾ ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞാണത്. 1-2 പറയാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞ അഭിപ്രായം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടില്ല. അപ്പൊ ഇവന്റെ കണക്കിൽ അവൻ പറഞ്ഞ അഭിപ്രായം വളരെ ഉസാറാ. അത് പ്രാക്ടിക്കലല്ല, പ്രായോഗികമല്ല, നടപ്പിലാക്കാൻ കഴിയാത്ത പൊട്ടത്തരമാണത്. അവൻ ആ അഭിപ്രായം പറഞ്ഞപ്പോ കൂടിയൊരാരും ജട പൊട്ട അങ്ങനെയൊന്നും പറയണ്ടെന്ന് ആരും പറയാതിരുന്നപ്പോ എന്റെ വിചാരം ഞാൻ പറഞ്ഞ അഭിപ്രായം വലിയ ഉസാറാണെന്നാ. എന്നിട്ട് അത് ഇക്കൊല്ലവും പറയണം അതേ പൊട്ടൻ. എതിർക്കാനൊന്നും പറ്റൂല. അതാണ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ. ഓരോരുത്തരും അവനവന്റെ അഭിപ്രായം വലിയ സംഭവമാണ്. ഞാൻ പറഞ്ഞത് വലിയ കാര്യമാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കണം, ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ എന്ന് പറയുന്ന ഒരു കാലവും വന്നാൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫഅലൈക ബിഖാസത്തി നഫ്സിക, നീ ആരോടും ഉപദേശിക്കാൻ പോണ്ട. ബിഖാസത്തി നഫ്സിക, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. വദഇൽ അവാമ്മ, പൊതുജനങ്ങളെ അവർ പോണ വഴിക്ക് വിട്ടേക്ക്. ഞാൻ പറയുന്നല്ല കേട്ടോ, റസൂലുള്ളാഹി പറയുന്ന ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. 3058 ഹദീസാണ് തിർമിദിയിലെ. റസൂലുള്ളാഹി തങ്ങൾ പറയാവതായില്ല അവാമ്മ, ജനങ്ങൾ പോണ വഴിക്ക് പോയിക്കോട്ടെ, നീ പറഞ്ഞിട്ട് ഇനി അവര് നന്നാവൂല എന്നുണ്ടെങ്കിൽ അവര് നീ ഉപദേശിക്കാൻ പോണ്ട. നീ അവർക്കിടയിൽ അത്തരം തെറ്റുകുറ്റങ്ങളിലൊന്നും പെടാതെ അവരുടെ കാര്യത്തിലേക്ക് പോകാതെ നീ നിന്റെ കാര്യം നോക്കിയാൽ ഫഇന്ന മിൻ വറായിക്കും അയ്യാമൻ, ഇനി വരാൻ പോകുന്നത് നശിച്ച ഒരു കാലമാണ്. കാലം നശിച്ചു വരികയാണ്. തീക്കനലിൽ പിടിച്ച് ജീവിക്കുന്നവനെ പോലെ ജീവിക്കേണ്ടി വരും. സത്യം പിടിച്ച് ജീവിക്കുന്ന ഒരാള് ഹക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ അവന്റെ കയ്യില് തീക്കനലാണ്. ഈ കനല് താഴെ ഇട്ടാൽ അവന്റെ ദീന് പോകും. കയ്യിൽ നിന്ന് വിടാൻ പറ്റൂല, കയ്യിൽ വെച്ചാൽ കൈ പൊള്ളുകയും ചെയ്യും. അതുപോലത്തെ ഒരവസ്ഥയാണ് സത്യവിശ്വാസികൾക്ക് വരിക. അള്ളാന്റെ റസൂല് പറയുന്നു, എന്നാൽ സഹാബാക്കളോട്, ബദരീങ്ങളോട്, ഉഹദീങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, നിങ്ങളിൽ 50 ആൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ അത്രമാത്രം വലിയ പ്രതിഫലം ആ കാലഘട്ടത്തിൽ 5 നേരം നിക്കാരവും പടച്ചോന്റെ പൊരുത്തവുമായി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് കാണാം. വളരെ ഗൗരവത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണിത്. ഇനി നമ്മളെ ഉപദേശിക്കാൻ ആരും വരൂല. ഉപദേശിക്കാൻ പറ്റാത്തൊരു കാലത്തിലേക്കാ പോകുന്നത്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നഷ്ടപ്പെട്ട ഒരു ലോകമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുക. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, അത്തരം ഒരു കാലം വന്ന റസൂലുള്ളാഹി പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ, അല്ലാഹുവിന് ഇഷ്ടം ഒരു മനുഷ്യനെയാണ്. അത്തഖിയ, അവൻ അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നവനാണ്. അൽ ഖഫിയ, അവൻ ജുമഅയ്ക്ക് പങ്കെടുക്കുന്നവനല്ല, ജമാഅത്തിൽ പങ്കെടുക്കുന്നവനല്ല, ആളുകളുമായി ഇടപഴകുന്നില്ല, രഹസ്യമായി ഏതോ മലഞ്ചരിവിൽ ആളുകളുടെ ഫിത്തനയിൽ നിന്ന് കൊഴിഞ്ഞ് അവരെ ഫിത്തനയാക്കാനും അവനില്ല, അവരുടെ ഫിത്തനയിൽ പെടാനും അവനില്ല. അങ്ങനെ രഹസ്യമായി ജീവിക്കുന്ന ആ മനുഷ്യരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നത് കാണാം. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നീ നമ്മളെ നന്നാക്കാൻ വേറെ ആരും വരൂല. വയല് പറഞ്ഞിട്ടൊന്നും നമ്മളെ നന്നാക്കാൻ ആരും വരുന്ന് വിചാരിക്കണ്ട. ആ കാലമൊക്കെ നഷ്ടപ്പെട്ടു. സ്വയം നന്നാവുക. ആ നന്നായാലേ നമുക്ക് രക്ഷയുള്ളൂ. വേറുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നമ്മൾ സ്വയം നന്നാവേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ അത്തരം ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മളോട് പറയുന്നത്, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടുക. ജനങ്ങളിൽ നിന്ന് ഓടി മാറുക. ജനങ്ങൾ നിങ്ങളെ പഴപ്പിക്കും.
ജനങ്ങൾ നിങ്ങളെ നന്നാവാൻ അനുവദിക്കൂല. ജനങ്ങളുടെ നാശത്തിൽ പെടാതെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുകാരനാണ്, അള്ളാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെടുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നതും ഇതേ ആശയത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ജീവിക്കേണ്ട ഒരു കാലമാണിത്. ബാബരി മസ്ജിദ് മാത്രമല്ല, എല്ലാ പള്ളിയും തകർന്നാലും നമുക്ക് ഈമാനോടുകൂടെ ജീവിക്കണം, ഈമാനോടുകൂടെ മരിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിലാവണം. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജുമുഅയും ജമാഅത്തുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശരിയായ ഒരു നിക്കാരം നമുക്ക് കിട്ടാത്ത അവസ്ഥ വരികയാണ്. എവിടെ പോയാലും ഓരോരുത്തര് പുതിയ പുതിയ പരിഷ്കാരങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക. ജമാഅത്തുകാരും മുജാഹിദും വന്നിട്ട് ആളുകൾക്ക് തിരിയാൻ വേണ്ടി മലയാളത്തിലാക്കി. അവിടെ ഇത്തിബാഗ് നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ നടത്തിയ ജുമാഅയ്ക്ക് എതിരാണത്. ഇത്തിബാഗ് നഷ്ടപ്പെട്ടു. സുന്നികളെ യോഗം കൂടിയിട്ട് ഖുത്ബ സ്പീക്കറിൽ ഓതാൻ തീരുമാനിച്ചു. എന്തിന്? എല്ലാവരും തിരിയാൻ വേണ്ടി അവര് മലയാളത്തിലാക്കിയപ്പോ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി ഇവര് മൈക്കിലാക്കി. അവിടെയും ഇത്തിബാഗ് നഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങൾ അത് പഠിച്ചിട്ടില്ല. നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ചത് ഖതീബ് ശബ്ദം ഉയർത്തി തന്നെ കേൾപ്പിക്കണം എന്ന് എല്ലാ ഇമാമുകളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു ഇടയാളനെ, ഒരു മധ്യവർത്തിയെ ഖുത്ബയിൽ പറ്റൂല. അവിടെയും നമ്മൾ ഖുത്ബ നഷ്ടപ്പെടുത്തി. നിക്കാരവും അതുപോലെ തന്നെയായി. ഇന്നൊരു പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാൻ മഗ്‌രിബിക്കോ ഇശാക്കൊക്കെ ചെന്നാലുള്ള അവസ്ഥ എന്താ? 3 ആളോ 4 ആളോ പങ്കെടുക്കുന്ന ഒരു സഫ് ആളുള്ള പള്ളിയിലും മൈക്ക് വെച്ചിട്ട് 4 ഓ 5 ഓ ബോക്സും കൊടുത്തിട്ട് അതിലാണ് ഇമാമ് നിസ്കരിക്കുന്നത്. അതിന്റെ പിന്നിൽ വന്ന് വസുബൂക്കായി തുടർന്ന് പിഞ്ചി നിസ്കരിക്കുന്നവന് അവന്റെ നിസ്കാരം മുഴുവൻ പിത്തനയാകും, വസ്വാസായി പോകും. ആ ഫാത്തിഹയിലോ സൂറത്തിലോ ശ്രദ്ധിക്കാൻ കഴിയില്ല. അവിടെ ഉള്ളവർ കേൾക്കാനൊന്നുമല്ല, ഓതുന്ന ഇമാമിന് അല്ലെങ്കിൽ ഖതീബിന് ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയാ അശ്വമേധയാഗം പോലെ ഒരു വൺമാൻ ഷോ ആയി മാറി നമ്മുടെ ഖുത്ബയും നമ്മുടെ നിസ്കാരവും നമ്മുടെ ഇബാദത്തുകളും ഒക്കെ മാറിപ്പോയിരിക്കുന്ന കാല. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ നമ്മുടെ ഇബാദത്ത് നമ്മൾ ശരിയാക്കുക. ആരെയും നന്നാക്കാൻ നമുക്ക് കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിന്റെ ഫലമാണ് സമുദായത്തിന്റെ മൂക്കുകയറുകളായ നേരിന്റെ നിദർശനങ്ങളായ ഉലമാക്കൾ വരെ പരസ്പരം കാഫിറാക്കാനും തല്ലാനും കൊല്ലാനും ഒക്കെ മുതിരുന്നത് ഇതിന്റെ ഫലമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ